ഏവർക്കും ദേവദാരുവിലെ പുതിയൊരു അധ്യായത്തിലേക്ക് സുസ്വാഗതം. ശ്രീകൃഷ്ണ ജയന്തി കഴിഞ്ഞു. ഇനി ഈ നാളുകാർ നമ്മുടെ വീട്ടിലുണ്ടോ? ഇനി കോടിപതിയാകാൻ യോഗം ഈ നാളുകാർക്ക്. ഏതെല്ലാമാണ് ആ നാളുകാർ? എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. സമ്പത്തും സർവൈശ്വര്യവും ഭക്തർക്ക് നൽകാൻ ഭഗവാൻ മണ്ണിൽ അവതരിച്ച സുദിനമാണല്ലോ ശ്രീകൃഷ്ണ ജയന്തി. ആ ദിവസത്തിന് ശേഷം ജ്യോതിഷ പ്രകാരം ചില ഗ്രഹങ്ങളുടെ യോഗം വളരെ വിശേഷപ്പെട്ടതാണ്. സുവർണ കാലഘട്ടമാണ് അവർക്ക് വരാൻ പോകുന്നത്. ഈ നാളുകാരിലൂടെ വലിയ നേട്ടങ്ങളാണ് ഓരോ കുടുംബത്തിലും വന്നു ചേരാനിരിക്കുന്നത്. ആ നാളുകാർ ആരൊക്കെയാണെന്ന് നോക്കാം. മിഥുനം രാശിക്കാരായ മകയിരവും തിരുവാതിരയും പുണർദവും, ചിങ്ങം രാശിക്കാരായ മകവും പൂരവും ഉത്രവും, കർക്കിടകം രാശിക്കാരായ പുണർദവും പൂയം ആയില്യവുമാണ്. അതോടൊപ്പം മീനം രാശിക്കാരായ പൂരുട്ടാതിയും ഉത്രട്ടാതി രേവതി തുടങ്ങിയ നാളുകാരാണ് നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തിക്ക് ശേഷം അവരുടെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകാനായിട്ടും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് അവരുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വരുവാനുമൊക്കെ സാധ്യതയുള്ള നാളുകാർ. നമുക്ക് ജ്യോതിഷപ്രകാരം ഓരോ സമയവും സന്ദർഭവും ആ രാശിയൊക്കെ മാറി വരുന്നതനുസരിച്ച് ഓരോ നാളുകാർക്കും ഭാഗ്യത്തിൻ്റെയും ഗുണങ്ങളുടെയും അതോടൊപ്പം തന്നെ സങ്കടങ്ങളുടെയും ഒക്കെ തന്നെ ഏറ്റക്കുറിച്ചിലുകൾ ഓരോ നാളുകാർക്കും അവരുടെ ജീവിതത്തിൽ വന്നു ചേരാറുണ്ട്. അപ്പോൾ ശ്രീകൃഷ്ണ ജയന്തിക്ക് ശേഷം അവരുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളുള്ള നാളുകാരാണ് ഇത്. ഞാൻ ഈ പറഞ്ഞ നാളുകാർ ഇവർ വീട്ടിലുണ്ട്. ഉറപ്പായിട്ടും ഇനി ആ വീടുകൾ പച്ചപിടിക്കാൻ പോവുകയാണ്. അവരുടെ സാമ്പത്തികമായിട്ടോ എല്ലാവിധ ഐശ്വര്യവും അവരുടെ കുടുംബത്തിലുണ്ടാകുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ക്ഷേത്ര ദർശനം, ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം ഈ നാളുകാരെല്ലാവരും തന്നെ നടത്തിയിരിക്കണം. ഭഗവാൻ ഇഷ്ടപ്പെട്ടുള്ള വഴിപാടുകൾ നടത്താനായിട്ട് പ്രത്യേകം ശ്രമിക്കുക. ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹമുള്ള ഈ നാളുകാർ ഉറപ്പായിട്ടും രക്ഷപിടിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഭഗവാന്റെ ക്ഷേത്ര സന്നിധിയിൽ ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പോയി ഭഗവാനെ സന്ദർശിക്കുക, ഭഗവാനോട് മനസ്സുരുകി പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ ഇഷ്ട വഴിപാടുകൾ ഭഗവാന് സമർപ്പിക്കുക. തുളസിമാലയും ഒക്കെ ഭഗവാനെ നേദിച്ച് നമ്മുടെ ആഗ്രഹ സാഫല്യം ഭഗവാൻ ഉറപ്പായിട്ടും നമുക്ക് നടത്തി തരുന്നതായിരിക്കും. ഈ നാളുകാരെല്ലാം തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ചെയ്യുക. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണം. അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് സ്പർശിക്കുക. അടുത്ത ഒരു പുതിയ അധ്യായത്തിൽ വരും വരെ നന്ദി, നമസ്കാരം.